സത്യമോളെ, ഭക്ഷണം എടുത്തു വെച്ചു, വാ. ശാരദാമ്മ വിളിക്കുന്നു. ഇങ്ങോട്ട് വരുന്ന മുമ്പ് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നീ അവിടെ തന്നെ പോയി ഒളിച്ചിരുന്നോ? സത്യമോളെ, വന്ന് കഴിക്കടി. ദാ വരുന്നു. ഇതെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുമ്പോ ഓടിച്ചെന്ന് കസേര കയറിയിരിക്കുന്ന ആളാണല്ലോ. കേറിയിരുന്ന് കഴിക്ക്. ശാരദാമ്മ ഇനി ഇതാണോ ഉണ്ടാക്കിയത്? എനിക്ക് ഇഡലി വേണോ ഞാൻ പറഞ്ഞതല്ലേ? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയല്ലോ. ഇന്നെന്തായാലും ഇഡലിക്കുള്ള മാവെടുത്ത് മാറ്റി വെച്ചേക്കാം. നാളെ നമുക്ക് ഇഡലിയും സാമ്പാറും ഒക്കെ വെച്ചൊരു പിടി പിടിക്കാം. ഇന്ന് എന്റെ കുഞ്ഞേ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. ഇതെന്തിനാ? ഞാനെടുത്തു തരാം. ഇതൊക്കെ എന്താ ഒരു പുതിയ ശീലം? മോള് കേറിയിരിക്കേ. ഞാൻ കഴിച്ചോളാം. എനിക്കുള്ള ചപ്പാത്തി ഇങ്ങ് തന്നാ മതി. അപ്പൊ ഇവിടെ ഇരിക്കണില്ല? ഇല്ല, ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഒരു സുഖവും ഇല്ല ശാരദാമ്മേ. ഓ, ഞാൻ മുറിയിലിരുന്ന് കഴിച്ചോളാം. അതൊന്നും വേണ്ട, ഇവിടെ ഇരുന്ന് കഴിച്ചാ മതി. കേറിയിരിക്കെ. ഇവിടെ ഇരുന്ന് കഴിച്ചാൽ ഈ കാർട്ടൂൺ കാണാൻ പറ്റൂല. കുറച്ചു കഴിഞ്ഞ് കാർട്ടൂൺ കാണാന്നേ. അതിനൊരു രസമില്ല ശാരദാമ്മേ. ഇതെന്താ രണ്ടെണ്ണേ ഉള്ളോ? അത് പിന്നെ ചപ്പാത്തി ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട്. എന്നാലും വിശക്കൂലേ? ഒരു രണ്ടെണ്ണം കൂടി വെച്ചോ. വയ്ക്കാം, പക്ഷെ കഴിക്കണം. കഴിക്കാനേ. കുറച്ചു കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കും. പാത്രത്തിൽ ചപ്പാത്തി കാണരുത്. വന്ന് നോക്കൊന്നും വേണ്ട, പാത്രം ഞാൻ ഇവിടെ കൊണ്ടുവച്ചോളാം. ശാരദാമ്മയ്ക്ക് ഒരുപാട് ജോലിയുള്ളതല്ലേ, വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ശരി ശരി, ആയിക്കോട്ടെ. താങ്ക് യു ശാരദാമ്മേ. ശരി, ആ കളയാതെ കൊണ്ടുപോണേ. ആ ശരി. ഇറങ്ങുമോളെ. വാ മോളെ. വാ മോളെ, വാ. നിക്ക്. എങ്ങോട്ടാ രണ്ടുപേരും കൂടി? സത്യമേ, ഇവക്കൊരു തെറ്റുപറ്റി. അതിന് ഇവൾക്ക് മാപ്പ് കൊടുക്കണം. ഈ വീട്ടിൽ കഴിയേണ്ട കുട്ടിയാ ഇവള്. ശാലിനിയുടെ ഗതി എന്റെ ഈ മോക്കം ഉണ്ടാവരുത്. അത് നിങ്ങളുടെ സൽപുത്രിമാരെ കൂടി ആലോചിക്കണമായിരുന്നു ഗോപാലകൃഷ്ണ. ഇപ്പൊ എന്ത് ധൈര്യത്തിലാ നിങ്ങൾ ഇവളെയും കൂടി ഈ മുറ്റത്തേക്ക് വന്നത്? ശ്യാമേ, നിന്നിൽ നിന്ന് ഇങ്ങനെ ഒന്നുമല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. രോഹിത്തെ, ഞാനത് പറഞ്ഞു കൊടുക്കടാ അവക്ക് അങ്ങോട്ട്. അമ്മ, രോഹിത്തെ മതി, നിർത്ത്. നമ്മൾ ഇങ്ങനെ കുത്തി നോവിച്ചും പഴി ചാരേണ്ട സമയമല്ല ഇത്. പപ്പിമോൾ എവിടെയുണ്ടെന്ന് കണ്ടെത്തണം. അതിനെല്ലാരും കൂടി ഒത്തൊരുമിച്ച് നിന്നാലേ പറ്റൂ. വിഷ്ണു, നീ ഇതിൽ ഇടപെടരുത് കേട്ടാ. സ്വന്തം മോളെ പോലും ശ്രദ്ധിക്കാതെ കുഞ്ഞേച്ചിക്ക് വേണ്ടി കള്ളാഭിനയം കാണിച്ചോണ്ട് പോയി കിടക്കണേ ആ കട്ടില്ല.
ഡീ, നീ ഒറ്റ എടുത്ത് കാരണം പപ്പിമോള് പോയത്. നിനക്ക് നിന്റെ മോളെ വേണ്ടല്ലോ, കുഞ്ഞേച്ചിയെ മതിയല്ലോ. അവിടെ ഒരു കുഞ്ഞേച്ചി. എന്നാ പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത എന്തിനാടി? ആ മൂദേവിയും കെട്ടിപ്പിടിച്ചോണ്ട് ആ വീട്ടിൽ തന്നെ ഇരുന്നാ പോരായിരുന്നോ? ഇറങ്ങി പോടി. സത്യമയ്ക്കൊഴികെ ഒറ്റൊരാൾക്കും എന്നെ ഈ വീട്ടിൽ ഇഷ്ടമല്ല. ഞാൻ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ടാ സത്യമയ്ക്ക് മാത്രം എന്നോട് ഇഷ്ടം തോന്നുന്നത്. മോളെ കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യം വേറൊന്നുമല്ല. സത്യമ്മ നിശ്ചയിച്ച എന്റെയും വിഷ്ണുവേട്ടന്റെയും കല്യാണം മുടക്കാനാ ഓരോരുത്തരും ശ്രമിക്കുന്നത്. ഇപ്പൊ പപ്പിമോളെ ഒളിപ്പിച്ചേക്കുന്നതും അതുകൊണ്ട് തന്നെയാ. പപ്പിമോളെ ഒളിപ്പിക്കാനോ? ആര്? മോളെ നീ എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിലെന്താ ഇതിൽ കൂടുതൽ മനസ്സിലാക്കാനിരിക്കുന്നത്? എന്നെ സത്യമ്മയും പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഇത്രയും കൂർമ്മ ബുദ്ധിയും ദുഷ്ടത്തരൊന്നും വരില്ല. നമ്മളൊക്കെ നേരെ വാ നേരെ പോന്ന് വിചാരിക്കുന്ന പാവങ്ങളാ. പക്ഷെ വലിയ പഠിപ്പും IAS പത്രാസും ഉള്ളവർക്ക് കള്ളബുദ്ധിയൊക്കെ ഒരുപാട് കാണും. ശാലിനി